റെയിൽവേയുടെ 2 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഞാൻ പറയാം. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് +2 കഴിഞ്ഞവർക്ക് 3000-ന് മുകളിൽ വേക്കൻസി ഉണ്ട്. വേക്കൻസി ഒക്കെ ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. ALP ടെക്നീഷ്യൻ ഒക്കെ കൂടിയ പോലെ വേക്കൻസി ഇനിയും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു അവസരമാണ്. ഏജിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഇതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ് ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി കഴിഞ്ഞവർക്ക് 8000-ന് മുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഈ സ്ക്രീനിൽ കാണുന്ന അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ക്ലറിക്കൽ ടൈപ്പിംഗ് വർക്ക്, അതുപോലെ ക്ലറിക്കലായിട്ടുള്ള ജോലി, അതുപോലെ TT തുടങ്ങിയിട്ടുള്ള ടിക്കറ്റ് എക്സാമിനർ തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റുകളിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്നാണ് NTPC ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NTPC നമുക്ക് 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ NTPCയിൽ 2 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം കൊറോണ കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ആ കൊറോണയുടെ സമയത്ത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു അവസരം നമുക്ക് ഒരു വൺ ടൈം കോമ്പൻസേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 3 വർഷമാണ് കൊറോണയുടെ ഒരു റിലാക്സേഷൻ തന്നിരിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ എന്താണ് ഈ പറയുന്ന NTPC ഗ്രാജുവേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ 18 to 33 ഏജ് വരുന്നതെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് 18 to 36 വരെ അപ്ലൈ ചെയ്യാം. 18 to 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത്ര നല്ലൊരു റിലാക്സേഷൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷനും അഡീഷണൽ ആയിട്ട് നമുക്ക് കൊറോണയുടെ ഒരു ഏജ് റിലാക്സേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ ഈ പറയുന്ന NTPCയിലേക്ക്, അതായത് ഇത്തരം വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കും ഇതുപോലെ 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. കൊറോണയുടെ ഭാഗമായിട്ടൊരു കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളിത് +2 കഴിഞ്ഞ് നിൽക്കുന്നവരോ ഇനി ഉയർന്ന ക്വാളിഫിക്കേഷനുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല വേക്കൻസി ഇനിയും കൂടാനും സാധ്യതയുണ്ട്. കാരണം 3 വർഷത്തെ ആ ഒരു ഗ്യാപ്പിൽ വിളിക്കുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി അവർ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ്. ഇനിയും വേക്കൻസിയൊക്കെ എക്സാമൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കൊക്കെ വേക്കൻസിയൊക്കെ ഇനിയും കൂടുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ല അവസരം നിങ്ങൾ കളയണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇല്ല നമ്മുടെ ഫോട്ടോ ഒക്കെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും. അതുപോലെ നമ്മൾ ഏതൊക്കെ ഫോമുകളാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നമ്മുടെ ചാനലൊന്ന് കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതത് സമയത്ത് തന്നെ ചാനൽ ഇടാറുണ്ട്. PSRോടൊക്കെ നിലവിൽ ലൈവായിട്ടുള്ള വേക്കൻസികൾ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം. HLൻ്റെ ഇവിടെ കാണാം. ഓക്കെ, പോസ്റ്റ് ഓഫീസിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NTPCയുടെ നിങ്ങൾക്കൂടെ കാണാം. കാറ്റഗറി നമ്പർ 6/2024 ആണ്. നിങ്ങൾക്കൂടെ കാണാം. വേറൊരു നോട്ടിഫിക്കേഷൻ പാടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. നിങ്ങൾക്ക് കാണാം 5/ നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, 5/2024 ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതായത് 5/2024 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പലരും എനിക്ക് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് 14/9/2024 മുതൽ 13/10 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആണ്. മറ്റേതിൻ്റെ ഡേറ്റ് വ്യത്യാസമുണ്ട്. 8113 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് അവിടെ തമ്പനയിൽ നോക്കിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ തമ്പനയിൽ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 8-6 ദിവസം മുൻപേ നമ്മൾ ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. റെയിൽവേ NTPC റിക്രൂട്ട്മെൻറ്റ് 8113. ഈ വീഡിയോ കാണുക. ഇതിലേക്കുള്ള സെലക്ഷൻ, അതിലേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും മീൻസ് അപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് അതിൽ പറയുന്നില്ല. അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതായത് 5/2023 എന്ന് പറയുന്ന NTPC ഗ്രാജുവേറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഇനി ആ വീഡിയോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുമ്പോൾ ഈ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഈ പേജിലേക്കായിരിക്കും വരിക. RRB NTPC റിക്രൂട്ട്മെൻറ്റ് ടോട്ടൽ കാണാം 11,558 വേക്കൻസി. അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന ഗ്രാജുവേറ്റിൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ആ വീഡിയോ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ കാണുക. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, NTPCയിൽ നമുക്ക് +2 വെച്ചിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 8113 വേക്കൻസി അല്ലേ, അതല്ല ഈ പറയുന്ന 3445 വേക്കൻസി +2 വെച്ചിട്ടും ഈ പറയുന്ന വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം.
ചെയ്യാം. അത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2 കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രണ്ടിലേക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രീൻ്റെ ഇവിടെ ഉണ്ട്, പ്ലസ് ടുൻ്റെ ഉണ്ട്. അതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് NTPC നിങ്ങൾ ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് വാച്ച് ചെയ്യുക. ഇതിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. എന്നതിന് ശേഷം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം. അത് ഡിഗ്രി കഴിഞ്ഞവർക്ക്. ഇനി പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ഓക്കെ, കാരണം ഇതിലേക്ക് ഡിഗ്രി വേണം മിനിമം അപ്ലൈ ചെയ്യാൻ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഈ വീഡിയോയും കാണുക. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താ രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതും ഞാൻ ഈ വീഡിയോയിലാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിഗ്രിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഡിഗ്രിയുടെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. അതിലേക്ക് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കമൻ്റ് ഒന്നും വന്നിട്ടില്ല, കൂടുതൽ ആളുകളും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത്. അതിനുപാടെ പകരമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഡിഗ്രിക്കാർ മുഴുവനായിട്ടും കാണുക, പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർ മുഴുവനായിട്ട് കാണുക, ഡിഗ്രിക്കാർ അതിൻ്റെ കൂടെ ഈ വീഡിയോയും പാടെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഈ പറയുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ വീഡിയോ ആണ്. ഡിഗ്രീൻ്റെ ഇവിടെ പറയില്ല കേട്ടോ, ഡിഗ്രീൻ്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇന്നലെയാണ് വന്നിരിക്കുന്നത്. RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ 20/9/2024 ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ്. 21/9/2024 ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 20/10/2024. ഇത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇത് കാണേണ്ടത്. മീൻസ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് കാണാം, കാരണം അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് പുതുതായിട്ട് ഇപ്പം വന്ന നോട്ടിഫിക്കേഷനാണ്. ഡിഗ്രീൻ്റെ ഒരാഴ്ച മുൻപ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഓൾറെഡി ഒരു വീഡിയോ ആക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ടായിരുന്നു. ആരെ കണ്ടുകണമെന്ന് അറിയില്ല. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. എനിക്ക് കൺഫ്യൂഷൻ കൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നൊരു സ്കീക്ക് ചെയ്ത് കാണാം. ഇനി ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും അപേക്ഷയിൽ തെറ്റുകൾ വന്നു പോയാൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. 23/10/2024 മുതൽ 1/10/2024. അപ്പോൾ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്കും പ്ലസ് ടുവിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്കും രണ്ടിനും 2 ഡേറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. മറ്റേതിൻ്റെ ഡേറ്റ് വ്യത്യാസം ഉണ്ടാക്കാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിലേക്കുള്ള കറക്ഷൻ ഡേറ്റ് ഇവിടെ കാണാം 23/10/2024 മുതൽ 1/10. ഈ ഡേറ്റ് ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് തിരുത്താം. തെറ്റുകൾ വെറുതെ തിരുത്താൻ പറ്റില്ല. 200 250 രൂപയ്ക്ക് നമ്മൾ ഫീ ആയിട്ട് ചാർജ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടാൽ തെറ്റുകളില്ലാതെ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി തെറ്റുകൾ പറ്റിയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും തിരുത്താൻ പറ്റില്ല. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇതിൽ. അങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ, മെയിൽ ID ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന RRB അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരം ആണ് സെലക്ട് ചെയ്തതെങ്കിൽ തിരുവനന്തപുരം നമുക്ക് മാറ്റാൻ പറ്റില്ല. ചെന്നൈ ആണ് സെലക്ട് ചെയ്തെങ്കിൽ ചെന്നൈ നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാക്കൻസിയുടെ അടിസ്ഥാനമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസും നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് ഈ പറയുന്ന ഡേറ്റിൽ തിരുത്താൻ പറ്റില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. നിശ്ചയമായുള്ള പേയ്മെൻറ്റും കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇങ്ങനെയുള്ള വാക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്ലസ് ടു ആണ്. ജസ്റ്റ് നിങ്ങൾ പ്ലസ് ടു ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ് ഏത് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 18 മാക്സിമം 33 ആണ്. അപ്പോൾ 1/1/2025 ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലാണ് GOCL എജുലാനിൽ നിങ്ങൾക്ക് ഈസി ടൂൾസിൽ എന്താണ് ഏജ് കാൽക്കുലേറ്റർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതാ ഏജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ മിനിമം ഏജ് 18 മാക്സിമം 33 ആണ്. ഈ മാക്സിമം 33 കിട്ടിയാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന കൊറോണയുടെ COVID-19 ആ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാക്കൻസികൾ നോക്കാം. നിങ്ങൾക്ക് 3445 വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണട വെക്കുന്നവർക്ക് പറ്റുമോ പറ്റില്ല, അതിൽ കാഴ്ച പരിമിതി എത്ര വേണം എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം B2
C2 A3 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓരോ പോസ്റ്റിൻ്റെയും ഞാൻ പറയാം, വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മിനിമം ഇതിൽ സാധാരണഗതിയിൽ വിളിച്ചിരുന്ന ഏജ് റിലാക്സേഷനാണ് 18-30 ആയിരുന്നു. എന്താണ് സാധാരണ നോർമൽ ആ ഒരു രീതിയിൽ വിളിക്കാറുള്ള സമയത്തുള്ള ഏജ് ലിമിറ്റ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഈ ഏജ് ലിമിറ്റ് അല്ല, ഇതാണ് ഏജ് ലിമിറ്റ് കേട്ടോ. പുതിയത് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം COVID-19 ആണ്. COVID-19 ആ 3 വർഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 18-30 ഉള്ള എന്താണ് 18-33 എല്ലാ പോസ്റ്റിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത്. ഓരോ പോസ്റ്റിൻ്റെയും എന്താണ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ വേക്കൻസീസ് മൊത്തം RRBയിലുള്ള ടോട്ടൽ വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഏതാണ് കൂടുതൽ വേക്കൻസി ഒക്കെ നോക്കിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് +2 നിങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് എക്സാം ഫീ ഉണ്ട്. എക്സാം ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 500 രൂപയാണ് എക്സാം ഫീ വരുന്നത്. അപ്പം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ ആരാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആദ്യം ഇവരത് പറയാം, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാകും. ആദ്യം 250 രൂപ ഫീൻ്റെ പറയാം. 250 രൂപ ഫീ കൊടുക്കേണ്ട ആരെന്ന് വെച്ചാൽ PWD കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ദെൻ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ്, അതുപോലെ എക്സ് സർവീസ്മാന്, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം, സിഖ്, അതുപോലെ ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുള്ള മതങ്ങളിലുള്ള ആൾക്കാർ, അവരാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ഹിന്ദു ഇതിൽ പെടില്ല. അതുപോലെ തന്നെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകം നിങ്ങൾക്ക് വാർഷിക ഇൻകം നിങ്ങൾക്ക് 50,000-ന് താഴെ വന്നാൽ, 50,000-ന് താഴെ ഉള്ളവരാണെങ്കിൽ, BPL കാർഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഫീ റിലാക്സേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്താണ് മൈനോറിറ്റി റിലീജിയനോ അല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സോ SC/ST കാൻഡിഡേറ്റ്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫീ റിലാക്സേഷനിലോട്ട് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 250 ഓൾറെഡി ആയിട്ടുണ്ട്. ഈ 250 രൂപ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ 250 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. അതുകൊണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഈ പറയുന്ന കാറ്റഗറി ഉള്ളവർക്ക് ഫീ. ബാക്കിയുള്ള ഇതിൽ പെടാത്ത ജനറൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് 500 രൂപയാണ് ആദ്യം തുടക്കത്തിൽ കൊടുക്കേണ്ടത്. അതിൽ 100 രൂപ അവിടെ പിടിച്ചിട്ട് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഓക്കെ, 400 രൂപ റീഫണ്ട് ആവും. വെറും 100 രൂപ നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇത്രയും ഫീ വാങ്ങുന്നത് വെച്ചാൽ, പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യും, പക്ഷേ എക്സാം എഴുതില്ല. അങ്ങനെ എക്സാം എഴുതാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, RRB ആണെങ്കിലും BSc ആണെങ്കിലും ഇതൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അവർ ഈ പറയുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വേണ്ട ആ ഒരു ഏരിയ, മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് എന്താണ് ഇൻവിജിലേറ്റർമാരൊക്കെ അവിടെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ് വേസ്റ്റ് ആകുന്ന ഒരു അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ നിർബന്ധിതമായിട്ടും എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട്, റീഫണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും എഴുതിക്കോളല്ലോ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് എയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആകുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞു മൈനോറിറ്റിയിൽ ആരൊക്കെ പെടുമെന്ന് വെച്ചാൽ 250 ഫീ മുസ്ലിമിന് 250 കൊടുത്താൽ മതി, ക്രിസ്ത്യൻസിന് 250 കൊടുത്താൽ, സിഖ്, ബുദ്ധ, ജൈൻ ഇതൊക്കെ 250 ഫീ അടച്ചാൽ മതി. അതുപോലെ തന്നെ വാർഷിക വരുമാനം 50,000-ന് താഴെയുള്ളവർ 250 ഫീ അടച്ചാൽ മതി. ഇതൊക്കെ ഫുൾ എമൗണ്ട് റീഫണ്ടും കിട്ടും. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് മതത്തിലുള്ളവരും ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആണോ നിങ്ങൾക്ക് 250 രൂപ അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിലേക്കുള്ള മെഡിക്കൽ ടെസ്റ്റിൻ്റെ മെഡിക്കൽ എലിജിബിലിറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും കേട്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണ്ട. ഇവിടെ കാണാം. അടുത്തത് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് എല്ലാ പോസ്റ്റിനും എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ 4 കാറ്റഗറി പോസ്റ്റ് വരില്ല, അതിനൊക്കെ എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ് ആയിരിക്കും. അതിൽ ജനറൽ അവയർനെസ് 40, മാത്തമാറ്റിക്സ് 30, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30, അങ്ങനെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. ഇതിന് നെഗറ്റീവ് മാർക്കുണ്ട്, തെറ്റായാൽ 1/3 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ആ ഒരു സിലബസ് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. അപ്പം മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, നിങ്ങളുടെ ഫ്രാക്ഷൻ, LCM, HCF, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് PSCക്കൊക്കെ പഠിക്കുന്നവരോ SSCക്കൊക്കെ പഠിക്കുന്നതിനെ കുറച്ചും പാടെ എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉടനെ തന്നെ പഠിച്ച് തുടങ്ങുക. അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് എക്സാമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നുകിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തിലൊക്കെ നമുക്ക് എന്താണ് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, റീസണിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സ്കീം ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതായത് കുറേ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൽ ഉദ്യോഗാർത്ഥികളെ കുറച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് പറയുക. ദെൻ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നുപാട് ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും. അത് കുറച്ചും പാടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മാത്തമാറ്റിക്സ് 35, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35,
125 120 ക്വസ്റ്റ്യനാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലും നിങ്ങൾക്ക് 1/3 മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും തെറ്റായി രേഖപ്പെടുത്തിയാൽ. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലെവലിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ജനറൽ ഇൻ്റലിജൻസും റീസണിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെക്കൻഡും എല്ലാ പോസ്റ്റിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 ടെസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 2 ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. എന്നാൽ ഈ പറയുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കാണാം അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം കേട്ടോ, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് മാത്രം ഉണ്ടായിരിക്കുക. അതിൽ 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ 25 വേർഡ് പെർ മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യണം, പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ളതായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. നമുക്ക് ഒരുപാട് മാർക്കൊന്നും വാങ്ങേണ്ട ഒരു നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും, അതിലേക്ക് നമ്മൾ ജസ്റ്റ് എത്തിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സമ്മറി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ 1 സെലക്ട് ആയാലേ സെക്കൻഡിലേക്ക് വരുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ബാക്കിയുള്ള പോസ്റ്റ് എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ 1ഉം 2ഉം കൂടെ ഈ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും പാടെ ഉണ്ടായിരിക്കും ഈ പറയുന്ന അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കണം. പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കണം. നിങ്ങൾ മൊബൈൽ എടുത്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്നും ആകരുത്. വൈറ്റ് ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പ്രത്യേകമായിട്ട് പറയാം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തോളൂ, അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറയുന്നുണ്ട് 320 × 240 പിക്സൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ അവർ ഡയമെൻഷനെ കറക്റ്റാക്കി തരും. JPG ഫോമാറ്റ് ആയിരിക്കണം. 30 GB 70 GB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് ഒക്കെ വരേണ്ടത്. പിന്നെ നിങ്ങളിവിടെ ഈ പറയുന്ന ഫോട്ടോയുടെ 12 കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിൻ്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് വെച്ചാൽ മതി, ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ തന്നെ നമുക്ക് 150 × 60 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ, 30 GB 70 GB ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഇനി SC/ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ SC/ST കാൻഡിഡേറ്റ്സ് അവർക്ക് ഈ പറയുന്ന എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് എന്താണ് അവർക്ക് റെയിൽ ട്രാവൽ അതുപോലെ ബസ് ഫെയർ ഒക്കെ ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കി ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്നാലേ അവർക്ക് ആ ഈ പറയുന്ന ട്രാവൽ കൺസെഷൻ ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ OBC ഒക്കെ ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ കാണിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അവരുടെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട, അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ നമ്പറൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് SMS ആയിട്ട് ഇമെയിലായിട്ട് അവർ അറിയിക്കും. പക്ഷേ ഇൻ കേസ് അങ്ങനെ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഒഫീഷ്യൽ സൈറ്റിൽ നോക്കണം. നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടാവും, വിവിധ ജില്ലകളിലുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ നമ്മൾ കൊടുത്ത RRBയിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അത് ഡിപ്പെൻസ് ഓൺ എന്താണ് അവരുടെ ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഈ പറയുന്ന ഈ എക്സാം സെൻറ്ററിൻ്റെ അവൈലബിലിറ്റിയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം SC/STയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് അങ്ങനെ OBCൻ്റെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടായി. ഞാൻ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിക്കട്ടോ. ഓക്കെ, OBCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. OBC NCLൻ്റെ ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഇതും പാടെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ വേറെ എവിടെ നിന്ന് ഫില്ല് ചെയ്യേണ്ടതല്ല, സെൽഫ് ഡിക്ലറേഷനാണ്. ഓക്കെ, പിന്നെ AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതാണ്. പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം BPL കാർഡ് ഇല്ലാതെ 50,000 താഴെയാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫീ റിലാക്സേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യട്ടോ. നിങ്ങൾ ഓരോ അബദ്ധങ്ങൾ ചെയ്ത് വെക്കരുത്. കാരണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വീണ്ടും എന്ത് ചെയ്യേണ്ട അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഫീ റിലാക്സേഷൻ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാവും. SC/ST കാൻഡിഡേറ്റ്സ് അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അതല്ലാത്ത ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സിൽ ഈ പറയുന്ന ജനറലൊക്കെ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഫീ റിലാക്സേഷൻ വാങ്ങാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള പോസ്റ്റിൻ്റെ
എന്താണ് ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. +2 നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. ഈ പറയുന്ന ക്ലർക്കിലേക്കാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് +2 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് 50% മാർക്കിൽ ഇളവുണ്ട് ആർക്കൊക്കെ എന്ന് വെച്ചാൽ SC/ST കാൻഡിഡേറ്റ്സിന് PWD കാൻഡിഡേറ്റ്സിന് എക്സ് സർവീസ്മെൻ ഒന്നും 50% മാർക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് പാസ്സായാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷന് മുകളിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, അതായത് ഡിഗ്രിയോ ഇനി മറ്റെന്താണ് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് 50% മാർക്ക് വേണമെന്നില്ല കേട്ടോ. അവർക്കും എന്താണ് റിലാക്സേഷൻ ഉണ്ട്. ബാക്കി നിങ്ങൾ ജസ്റ്റ് +2 ക്വാളിഫിക്കേഷൻ മാത്രമാണെങ്കിൽ മിനിമം 50% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അത് എല്ലാ പോസ്റ്റിലേക്കും ഉണ്ടെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പോസ്റ്റിലേക്കും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 50% മാർക്കിൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് PWD SC/ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും 50% മാർക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും ഈ പറയുന്ന എന്ത് വേണം, +2 വേണം. ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലോ ടൈപ്പ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ ഇവിടെ അതിൽ പറയുന്നുണ്ട്. അത് എസെൻഷ്യലാണ്. ഇനി നിങ്ങൾക്ക് ഓരോ RRBയിലും വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. അഹമ്മദാബാദ് 210 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഓരോന്ന് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അതിൽ ഞാനെല്ലാം പറയുന്നില്ല. ബാംഗ്ലൂർ 60 വേക്കൻസിയാണ് ടോട്ടൽ. അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെയും SC/ST OBC റിസർവ് വേക്കൻസി PWD വേക്കൻസി ഒക്കെ ഇതിൽ കാണാം നിങ്ങൾക്ക്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് എവിടെയാണ് കൂടുതൽ വേക്കൻസി എന്ന് ഇതിൽ കണ്ടെത്തി നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യണം. ചെന്നൈയിൽ 194 വേക്കൻസി ഉണ്ട്. അത്യാവശ്യം വേക്കൻസി ചെന്നൈയിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഓരോ RRB നോക്കുക. ഏതെങ്കിലും ഒരു RRB ഒരു ഉദ്യോഗാർത്ഥിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം RRBയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് 112 വേക്കൻസിയാണ് തിരുവനന്തപുരം വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ SC/ST OBC വേക്കൻസികളൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമ്മൾ പറയാമെന്ന് പറഞ്ഞ കാര്യം. അതും പാടെ ഇതിൽ പറഞ്ഞുതരാം. ഇനി നമ്മളിതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പറയുന്നത്. നിങ്ങൾക്കൂടെ കാണാം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ നിങ്ങൾക്ക് കാണാം B2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ B2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് ഞാൻ പറയാം. അതിൽ ഡിസ്റ്റൻസ് വിഷൻ വരുന്നത് 6/9 6/12 അത് ഈ 6/9 6/12 നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാതെയോ നിങ്ങൾക്ക് ഈ പറയുന്ന വിഷൻ ഉണ്ടായിരിക്കണം. അതായത് 6/9 6/12. അപ്പോൾ നിങ്ങൾക്ക് സ്നെല്ലൻ ചാർട്ട് പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന ഐ ഹോസ്പിറ്റലൊക്കെ പോയാലും നമുക്കൊരു നിശ്ചിത ഡിസ്റ്റൻസിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, വലിയ അക്ഷരം മുതൽ ചെറിയ അക്ഷരത്തിലേക്ക്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഐ ടെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് വിഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാം. ഓക്കെ, ദെൻ അതാണ് അതിൻ്റെ പ്രധാനമായിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ലെൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് 4 ഡയോപ്റ്ററിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കേണ്ടത് ജസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയർ വിഷൻ ആണെങ്കിൽ 0.6 ആണ് വരേണ്ടത് കേട്ടോ, B2 എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡ് ടെസ്റ്റും ബൈനോക്കുലർ വിഷൻ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാസ്സാവണം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബൈനോക്കുലർ വിഷനൊക്കെ ഉള്ളവരായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി അടുത്തത് അക്കൗണ്ട് ക്ലർക്കം ടൈപ്പിസ്റ്റും ഇത് പറയുന്ന ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റും C2 ആണ് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇതിൽ ഫിസിക്കലി നമ്മൾ എല്ലാം ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എല്ലാ പോസ്റ്റിലേക്കും ഫിസിക്കലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർ ഈ പറയുന്ന എക്സെപ്റ്റ് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമെല്ലാം പറയുന്നത്. അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ അവർ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നിശ്ചിതമായുള്ള പരിഗണനകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന C2ൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറയാം. ഡിസ്റ്റൻസ് വിഷൻ നിങ്ങൾക്ക് കാണാം 6/12 മതി. 6/12 ഡിസ്റ്റൻസ് വിഷൻ 6/12 മതി. അത് ഒരു കണ്ണിന് മതി എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ണിന് മീൻസ് നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള, അതായത് പാർഷ്യലി ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള മനസ്സിലാക്കേണ്ടത് ഒരു കണ്ണിൻ്റെ ആണ് ഇതിൽ പറയുന്നത്. അല്ലെങ്കിൽ 6/12 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ അത്യാവശ്യം കാഴ്ചക്ക് നല്ല പ്രശ്നങ്ങളുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന 2 പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന വിഷൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഓക്കെ, ഡിസ്റ്റൻസ് വിഷൻ 6/12 ആണ് പറയുന്നത്. അത് ഒരു കണ്ണിൻ്റെതാണ് അവർ പറയുന്നത് കേട്ടോ, മറ്റേതിൻ്റെത് പറയുന്നില്ല. അപ്പോൾ അത് ഒരു കണ്ണിന് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ മിനിമം ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. മിനിമം ആണ് ഇതിൽ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്തൗട്ട് ഗ്ലാസ് ആണ്. പിന്നെ നിയർ വിഷൻ ഇതുപോലെ 6.6 ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ട്രെയിൻ ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് A3 ആണ്. ഈ പറയുന്ന A3ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 6/9 6/9 ആയിരിക്കണം. ഒന്ന് 6 മറ്റേതും 6/9 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 2 കണ്ണ് നമുക്ക് 6/9 ആയിരിക്കണം. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്ലാസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലാതെയോ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കളർ വിഷൻ ടെസ്റ്റും അതുപോലെ ബൈനോക്കുലർ വിഷനും നൈറ്റ് വിഷനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പാസ്സാവണം കേട്ടോ. ആ സമയത്ത് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ആ സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ നിയർ വിഷൻ 0.6 എന്നാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന
ലെൻസ് ആണെങ്കിൽ 2 ഡയപ്റ്ററിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും മെഡിക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പറയുന്ന ഐ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് വൈസ് എടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട ആയിട്ട് പറഞ്ഞാണ്. ഇതാണ് അതിൻ്റെ പേജ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പേജ് നമ്പർ ഇതിൽ ഞാൻ അറിയാം, ഏകദേശം പേജ് നമ്പർ 8 വരുന്നത് കേട്ടോ. പേജ് നമ്പർ 8 അതിൻ്റെ വിശദമായുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് A3, എന്താണ് B2, എന്താണ് C2 എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് പഠിച്ച് നമ്മൾ ഇത് എഴുതിയിട്ട് ലാസ്റ്റ് എന്താണ് നമ്മൾ പറയുന്ന മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഫെയിലാകുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുകൊണ്ട് ജസ്റ്റ് ഇത് ഫോട്ടോ എടുത്ത് പോയാൽ മതി. അവർ ഐ ടെസ്റ്റ് അവിടെ പോയാൽ അവർ പറഞ്ഞു തരും നമുക്ക് എത്രയുണ്ട് എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ജസ്റ്റ് നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കറക്റ്റായുള്ള കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഉള്ള മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിലും പറയുന്നുണ്ട്, ഈ വീഡിയോയിലും പറയുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ സെപ്പറേറ്റ് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഞാൻ മൊബൈലിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ താഴെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും കേട്ടോ വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ സ്ക്രോൾ ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇതാണ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ പാടെ കാണാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് വാച്ച് ആണ് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ടച്ച് ചെയ്താൽ മതി. ഈ വീഡിയോ പാടെ നിങ്ങൾ കാണാം. എന്നിട്ട് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇതിൽ NTPCയുടെ നോട്ടിഫിക്കേഷൻ ഡിഗ്രീൻ്റെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. +2ൻ്റെ താഴെ നിങ്ങൾക്ക് രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ഭാഗം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കാം. ഇനി ഓൾറെഡി നമ്മൾ മൊബൈലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി തരാം. ക്ലിക്ക് ചെയ്യാറുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാൻ. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്കൂടെ കാണാം. ഇതാണ് മൊബൈലിൽ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് നമ്മൾ എങ്ങനെയാണ് ഫോം രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതല്ല, എങ്ങനെയാണ് രജിസ്ട്രേഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണാം ഇതാണ് RRBയുടെ ഒഫീഷ്യൽ പേജ്. അപ്പോൾ നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഇവിടെ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ആണ്. നമുക്ക് സിസ്റ്റത്തിൽ കാണുന്ന ആ ഒരു അലൈൻമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൊബൈലിൽ രജിസ്റ്റർ ചെയ്യേണ്ട വീഡിയോ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം കേട്ടോ, അത് മറക്കരുത്. എന്നിട്ട് ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാണ് വരുന്നത് വിചാരിക്കാം. അപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. നിങ്ങൾക്ക് ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കാണാം, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കാണാം. ഇതിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ രാജ്യം ഏതാണ്, നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം. നമ്മുടെ പേര് ഫുൾ നെയിം 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ അതേപോലെ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് റീടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പേരെപ്പെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, അത് റീടൈപ്പ് ചെയ്യാം, കൺഫേം ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ സെലക്ട് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കാം. പിന്നെ അത് റീടൈപ്പ് ചെയ്യാം. ഫാദറിൻ്റെ പേര് ഏതാണ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കാം, റീടൈപ്പ് ചെയ്യാം. ദെൻ മദറിൻ്റെ പേര് റീടൈപ്പ് ചെയ്യാം. ദെൻ ആധാർ വെരിഫിക്കേഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ വെരിഫിക്കേഷൻ ആണ്, നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ളത് കൊടുക്കുക. ഇനിയിപ്പോൾ ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡോണ്ട് ഹാവ് ആധാർ കാർഡ് എന്ന് വെച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും വോട്ടർ ID അല്ലെങ്കിൽ ലൈസൻസോ ഒക്കെ വെച്ചിട്ട് കൊടുക്കാം. മാക്സിമം ആധാർ കാർഡ് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ പറയുന്ന എക്സാമിലേക്കുള്ള ആ ഒരു എക്സാം സെൻറ്ററിലൊക്കെ പോകുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള എൻട്രി ലഭിക്കുകയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതിൻ്റെ വിവിധ സ്റ്റേജിൽ നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു എൻട്രി ലഭിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആധാറിൻ്റെ മാക്സിമം വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ആധാർ കാർഡ് എന്ന് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം 6 മാസം മുൻപ് ചെയ്താണ്. ഓക്കെ, ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, മൊബൈൽ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്, മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് അത് കാണാം. നിങ്ങളുടെ മൊബൈൽ ഇമെയിൽ ID കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, എന്നിട്ട് ജനറേറ്റ് OTP കൊടുത്ത് രണ്ടും വെരിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ് കൺഫേം ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ ഈ പറയുന്ന മെയിൽ ID യൂസ് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനിതിൽ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും RRB രജിസ്ട്രേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് RRB രജിസ്ട്രേഷൻ വീഡിയോ. ഇതിന് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആകും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഭാഗം മാത്രം കാണാം. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാനിതിൽ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ എന്നുള്ള ഭാഗം ഇനിയിപ്പോൾ നിങ്ങൾ ALP ടെക്നീഷ്യൻ ഇതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ മെയിൽ ID, പാസ്വേഡ്, ക്യാപ്ച കോഡ് എടുത്ത് ലോഗിൻ ചെയ്യും. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ മെയിൽ ID കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ക്യാപ്ച കോഡ് അടിച്ചു. ഇനി ലോഗിൻ കൊടുക്കാം. അങ്ങനെ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക, ഇതാണ് നമ്മളെ പേജ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷനാണ് ആദ്യം വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടേക്ക് ഒന്ന് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ ലൈവായ നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ ഇതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ മുൻപ് ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിലൂടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊന്നും ഞാൻ ജസ്റ്റ് ഡെമോക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അണ്ടർ ഗ്രാജുവേറ്റ്, ഇത് +2ൻ്റെതാണ് അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ളത്. ഇവിടെ കാണാം ഗ്രാജുവേറ്റ് പോസ്റ്റ്, ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം. രണ്ടിനും സെപ്പറേറ്റ് എക്സാമാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം ഈ പറയുന്ന NTPCയിൽ കാറ്റഗറി നമ്പർ ഇവിടെ കാണാം 6/2024 കാണാം. ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് 20/10/2024 ഇവിടെ നിങ്ങൾക്ക് കാണാം. മറ്റേതിൻ്റെത് ക്ലോസിംഗ് ഡേറ്റ് 13/10. ആ വ്യത്യാസമുണ്ട്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ വീഡിയോസ് മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണ് നിങ്ങൾക്ക് RRB വേണ്ടത്. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെന്നൈ, ബാംഗ്ലൂർ ഏതാഴ്ച നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ഡിബാറും ചെയ്തിട്ടില്ല, RRB RRC എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഞാൻ അപ്പോൾ അത് +2ൻ്റെ ആണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഡിഗ്രീൻ്റെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ ഡെമോ അക്കൗണ്ട് ആവേണ്ട ഈ പറയുന്ന ആധാർ ഞാൻ വെരിഫൈ ചെയ്തില്ല. ഞാൻ വേറെ ID വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നീടും അത് വെരിഫൈ ആവുന്നതാണ്. വെരിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ നിങ്ങളുടെ എന്താണ് കൺട്രി, നാഷണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാരീഡ് ആണ് മാരീഡ് എന്ന് കൊടുക്കുക. ദെൻ റിലീജിയൻ ഏതാച്ചാൽ കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷ ഏതാച്ചാൽ കൊടുക്കാം. മലയാളമാണെങ്കിൽ മലയാളം എന്ന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം ലാംഗ്വേജ്, മലയാളത്തിലും എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ലാംഗ്വേജ് ഏതാ വേണ്ടത് വെച്ചാൽ മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാൻ, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ മാർക്കാണ്, പെർമനൻറ്റ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. നമ്മുടെ SSLC ബുക്കിലുള്ള മാർക്ക് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, വിസിബിൾ ആയുള്ള മാർക്ക് ഏതാച്ചാൽ അത് കൊടുക്കുക. 2 കൊടുക്കണം. അതിന് അടുത്ത് നമ്മൾ ചോദിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് SC/ST OBC ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ OBC ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ OBC ആണ്, പക്ഷേ NCL അല്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ അടുത്ത അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡു യു കം അണ്ടർ OBC നോൺ ക്രിമിനൽ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഈ പറയുന്ന NCL അല്ലെങ്കിൽ, അതായത് നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, നോ കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് OBC NCL ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കണം. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഒക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ള സെൻട്രലിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ആ ഫോർമാറ്റിലുള്ള എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഉറപ്പൊരിക്കലും അതിൻ്റെ പറയില്ല, അക്ഷയയിൽ നിന്ന് കിട്ടുന്നത് അവരുടെ സെയിം ഫോർമാറ്റിന് വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആ കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെയുള്ളവർ. ഇപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി എന്താണ് ഇവിടെ ഞാൻ ജസ്റ്റ് ജനറൽ എന്നുള്ള കൊടുക്കുകയാണ്, ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് കാര്യങ്ങളാണ്. അപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നിങ്ങൾ നിലവിൽ എവിടെ താമസിക്കുന്ന വെച്ചാൽ അഡ്രസ്സ് കൊടുക്കുക. അത് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സിൽ. ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്താൽ ഇവിടെ കൊടുത്ത ഈ പാർട്ടിൽ കൊടുത്ത പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർമനൻറ്റ് അഡ്രസ്സായിട്ട് ഇവിടെ കോപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഈ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ PWD കാൻഡിഡേറ്റ്സിന് ശാരീരികമായ പ്രശ്നങ്ങൾ എക്സാമൊക്കെ എഴുതാൻ പ്രയാസമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, അവർ എക്സാം എഴുതാൻ സഹായം വെക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ളവർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫീ റിലാക്സേഷൻ ആവശ്യമുള്ള സാമ്പത്തികമായ 50,000 താഴെ വാർഷിക വരുമാനമുള്ളവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കട്ടോ. അത് ഓൾറെഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സും ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ഇവിടെ യെസ് എന്ന് കൊടുക്കാൻ നിൽക്കേണ്ട. കാരണം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ രേഖകളൊക്കെ റെഡിയാക്കേണ്ടി വരും. നമുക്ക് ഓൾറെഡി ഫീ റിലാക്സേഷൻ ഉള്ളവർ വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ നോ കൊടുക്കുക. ബാക്കി അതല്ല, നിങ്ങൾ ജനറലിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം വാർഷിക വരുമാനം കുറവാണെങ്കിൽ അവർക്ക് ആ സ്കീം വെച്ചിട്ട് ഫീ റിലാക്സേഷൻ എനേബിൾ ആക്കാവുന്നതാണ്.
ഇനി അടുത്ത നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരാണോ എന്നാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നോ കൊടുക്കാം. ഇനി അടുത്ത് ചോദിക്കുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ കൊടുക്കേണ്ടതാണ്, അത് നമുക്കിവിടെ നോട്ട് അപ്ലിബിൾ. ഇനി അതെല്ലാം നമ്മൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ സെൻട്രൽ ഗവൺമെൻറ്റിലോ അവിടെ വർക്ക് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോട്ട് അപ്ലിബിൾ എന്ന് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അല്ലാത്തവർ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ പേര് കൊടുക്കുക. അത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ വെക്കാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങളുടെ അക്കൗണ്ട് അതന്നെ വെച്ചോളൂ. ദെൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാം, ദെൻ കൺഫേം നമ്പർ കൊടുക്കാം, ദെൻ AFSC കോഡ് കൊടുക്കാം. അപ്പോൾ അവരുടെ അക്കൗണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ മാക്സിമം നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഇനി വേണമല്ലോ, അപ്പോൾ അതന്നെ ഉണ്ടാക്കി വെച്ചോളൂ, അതായിരിക്കും നല്ലത്. ഇവിടെ നെയിം ഓഫ് ബാങ്ക് കനറ ബാങ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അത് ഈ കാര്യങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, ഈ നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ പേര്, അക്കൗണ്ട് നമ്പർ, കൺഫേം ചെയ്യുക അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബാങ്കാണ്, ബാങ്ക് അഡ്രസ്സ് കൂടെ ഓട്ടോമാറ്റിക്കായി ലോഡായി വരും. അത് ഓക്കെ ആണോ നോക്കുക, എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിലെന്താണ് രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ മുൻപ് അപ്ലൈ ചെയ്ത സമയത്ത് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ പാസ് ഔട്ടായ എന്താണ് മന്തും ഇയറും ഒക്കെ കൊടുക്കണം. അത് നമ്മുടെ സർട്ടിഫിക്കറ്റിലെ മാർക്ക് ലിസ്റ്റിൻ്റെ താഴെ ഉണ്ടായിരിക്കും, സീൽ ചെയ്ത ആ ഭാഗത്തുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതന്നെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇവിടെ ഈ പെൻസിൽ ബട്ടൺ ഉണ്ട്. ഈ 10ാം ക്ലാസ്സിൽ കൊടുത്ത എന്തെങ്കിലും കഴിഞ്ഞ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി, ഇനിയെങ്കിലും കറക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പെൻസിൽ ബട്ടൺ ഉണ്ടാക്കി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡേറ്റ് ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്കോർ ഉണ്ടല്ലോ, മീൻസ് A+ ഗ്രേഡ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പാടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെ ജസ്റ്റ് ഈ പെൻസിൽ ബട്ടൺ ഒന്ന് തൊടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒന്നും പാടെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കട്ടോ. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ പെൻസിൽ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ അപ്ലോഡ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് ഒരു ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ഡേറ്റ് കൊടുത്തപ്പോൾ യുവർ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അപ്പോൾ 10ാം ക്ലാസ്സിൽ കാരണം ടെക്നീഷ്യനോ അതിനൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതാണ് അവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. അത് ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ +2ൻ്റെ കാര്യങ്ങളാണ്. +2ൽ നമ്മൾ +2 സെലക്ട് ചെയ്യുക. ഡിസിപ്ലിൻ ഏതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ജസ്റ്റ് +2 എന്നുള്ളതിനെ വീണ്ടും അതിന് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുള്ളത്. അതിനുശേഷം നമ്മൾ പാസ് ഔട്ടായ സ്റ്റേറ്റ് ഏതാണ്, കേരള ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കേരള എന്ന് സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് ഏതാണ്, എവിടെയാണ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ +2 പഠിച്ചാൽ എന്താണ് അത് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ബോർഡ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് വരിക. കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണെങ്കിൽ അത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാസ് ഔട്ടായ ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾ അതനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് അറിയോ എന്നുള്ളതാണ്. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഏതെങ്കിലും ഒന്ന് അറിയണം. അപ്പോൾ അറിയുകയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. നോ കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് 2 ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പാസ് ആവണം എന്നുള്ളതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അറിയെങ്കിൽ യെസ് കൊടുക്കുക, എന്നിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക. ദെൻ പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് +2ൽ എത്ര പെർസെൻറ്റേജ് അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയും ഇതിലെന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ +2ൽ 50% മാർക്ക് വേണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, അവരുടെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും പാടെ എന്ത് ചെയ്യണം, അതിൽ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി നെക്സ്റ്റ് അടിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഞാനിപ്പോൾ അത് മുൻപത്തെ ടെക്നീഷ്യൻ ഇതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്താണ്. മീൻസ് നിങ്ങൾക്ക് ഡെമോ പോലെ കാണിച്ചാണ്. അതിലുകൊണ്ട് ഞാൻ ഫോട്ടോ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയിലായിരിക്കണം കേട്ടോ ഫോട്ടോ. ഞാനതൊരു സാമ്പിളായിട്ട് വെറുതെ ഇതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് നെക്സ്റ്റ് പോകാൻ വേണ്ടി അടുത്ത ഫോമിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ പോകാൻ വേണ്ടി ചെയ്താണ്. അപ്പോൾ നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിലായിരിക്കും. ഇതിപ്പോൾ ഏതൊരു ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്, കോപ്പറേറ്റ് ഇല്ലാത്തൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ ചെയ്താണ്. പിന്നെ ഇവിടെ സിഗ്നേച്ചറും ഇതുപോലെ നല്ല രീതിയിൽ സിഗ്നേച്ചറൊക്കെ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ എടുക്കുന്ന എന്താണ് 60-140 ആണ്. ആ ഡയമെൻഷനിൽ ഒരു 70 അല്ലെങ്കിൽ 80% ആ ഫ്രെയിമിൽ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല വലിയ രീതിയിലായിരിക്കണം കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ മറ്റു കാര്യങ്ങൾ ഞാനിവിടെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അടുത്ത നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത RRB തിരുവനന്തപുരം ആണല്ലോ. അപ്പോൾ തിരുവനന്തപുരം നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചില ഉദ്യോഗാർത്ഥികൾക്ക് അവർ സെലക്ട് ചെയ്ത RRBയിൽ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് വേക്കൻസി ഇല്ലയെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷനിൽ നോക്കണം, നിങ്ങൾ സെലക്ട് ചെയ്ത വേക്കൻസി ആ RRBയിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കവിടെ കാണാം സീനിയർ, നിങ്ങൾക്കവിടെ കാണാം ട്രെയിൻ ക്ലർക്കാണ്.
ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന വേക്കൻസി കാണാം, നിങ്ങൾക്ക് കാണാം ട്രെയിൻ ക്ലർക്ക് ഉണ്ട്. അപ്പോൾ ഞാനത് എനിക്ക് വേണം, അത് ഞാൻ പ്ലേസ് ചെയ്തു. കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, പിന്നെ ജൂനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ജനറൽ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും വേക്കൻസിയാണ്, ഇത്രയും 3 കാറ്റഗറിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ട എനിക്ക് ഇപ്പോൾ ട്രെയിൻ ക്ലർക്കാണ് വിചാരിക്കുക. ഞാൻ എന്ത് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോയിടാം. അത് നമ്മൾ ഓർഡർ ആക്കി വെക്കുക. നമുക്ക് ഏത് പോസ്റ്റാണ് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ, അതിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുക. ഓക്കെ, ആ ഡിക്ലറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. അങ്ങനെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ജസ്റ്റ് ഇതിപ്പം PDF ഇത് മൊബൈലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഡെസ്ക്ടോപ്പ് ഞാൻ ക്രോം എന്നല്ല എടുത്ത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കറക്റ്റ് പ്രിവ്യൂടെ കാണിക്കും. എന്നിട്ട് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എഡിറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഫീയും അടയ്ക്കാം. ഫീ നിങ്ങളുടെ ബാങ്കിൻ്റെ ഏത് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോയിൽ വിശദമാക്കുന്ന എല്ലാ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കാണേണ്ടത് ഇതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്ട്രേഷൻ വീഡിയോ, RRB രജിസ്ട്രേഷൻ വീഡിയോ കാണാം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാം. ഇതുപോലെ എന്ത് ചെയ്യാം, ഡിഗ്രീൻ്റെയും വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം, SC/ST OBC സർട്ടിഫിക്കറ്റ് വീഡിയോ എന്നുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് ഈ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഡൗൺലോഡ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ ഡൗൺലോഡ് ഫോമിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ കാറ്റഗറിയിലുള്ള, അതായത് ഇപ്പം നമ്മുടെ വന്നിരിക്കുന്ന കാറ്റഗറി 5/2024 ഫോമും മറ്റതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കേട്ടോ, SC/ST OBCൻ്റെ ഒക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.